ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ആസ് യൂഷ്വൽ ഞാൻ ഇതിൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കരുതി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ. അപ്പോൾ ഞാൻ ട്രൈപോഡ് എടുക്കാൻ ആക്ച്വലി മറന്നു. എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കയ്യിൽ വീഡിയോ ചെയ്യുന്നത്. സമയം ആക്ച്വലി ഒത്തിരി ലേറ്റായി. ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ലേറ്റായതല്ല, എനിക്ക് ആക്ച്വലി ഇന്നലെ രാത്രി ഉറക്കമേ വന്നിട്ടുണ്ടായിരുന്നില്ല. 4 മണിയൊക്കെ ആയപ്പോഴാണ് 4:30 ആയപ്പോഴാണ് ഞാൻ ആക്ച്വലി ഒന്ന് ഉറങ്ങി. കണ്ണൊക്കെ ഒന്ന് എനിക്കറിയത്തില്ല എന്താ പറ്റുന്നത്. എനിക്ക് ഉറക്കം വരുന്നില്ല. ഇത്ര സമയം ഇത്ര നേരത്തെ കിടന്ന് 12 മണി ആയപ്പോഴും ഞാൻ കട്ടിൽ കിടന്നാണ് ഉറങ്ങാനായിട്ട്. ഉറക്കം വരാണ്ട് ഈ ഫോണിങ്ങനെ നോക്കി എനിക്ക് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ആക്ച്വലി ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത്. 4:30 ആയപ്പോഴാണ് ശരിക്കും ഞാൻ ഉറങ്ങിയത്. എന്നിട്ടൊരു 10-10:30 സമയം, ഇപ്പോൾ സത്യം പറഞ്ഞാൽ എക്സാക്റ്റ് സമയം 11:30 ആയി. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിനോടൊപ്പം തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടുവരാം. ആദ്യം ചെയ്യാനുള്ള കുറച്ച് കാര്യം പറയുമ്പോൾ അസൂഷ്യം ഇവിടെ ആരും ഇല്ല. അപ്പോൾ നമുക്ക് ഇനി എണീച്ച് കുറച്ച് തുണി ഇരിപ്പുണ്ട്, അത് കഴുകണം. പിന്നെ വീടൊക്കെ വൃത്തിയാക്കണം. അത് കഴിഞ്ഞിട്ട് താഴെ ചേച്ചിയുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഇതാണ് നോർമലി ഞാൻ ചെയ്യാറുള്ള കാര്യം. അപ്പോൾ നമുക്ക് തുണി കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നല്ലോണം വിശക്കുന്നുണ്ട്. എണീച്ച് തന്നെ ലേറ്റായി. എൻ്റെ ലൈഫ് ഇപ്പോൾ ഭയങ്കര റോളർ കോസ്റ്റർ മോഡലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചില സമയത്തൊക്കെ ഞാൻ വിചാരിക്കും എന്നെക്കൊണ്ട് പറ്റും, ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല മാളു, ഇതുപോലെ കഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്, നീ ഓക്കെ ആവും, പേടിക്കണ്ട, നിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് മനസ്സിനെ ഞാനിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കും. നെക്സ്റ്റ് മൊമെൻറ്റിൽ ഞാൻ ഇരുന്ന് കരയും, എനിക്ക് പറ്റാണ്ടാവും. പക്ഷെ ഇതൊക്കെ നാച്ചുറലാണ്, ഇതൊക്കെ ഓക്കെയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഓക്കെ ആവുന്നതെന്നൊക്കെ മനസ്സിലാവും. പക്ഷെ ഒരു പോയിൻ്റ് കഴിയുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാറുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്, എന്തൊക്കെയാണ് ജീവിക്കാൻ കാണിച്ചു കൂട്ടുന്നതും. ചാനൽ നിർത്തണം, സ്റ്റിച്ച് ചെയ്യേണ്ട, എനിക്ക് വയ്യ, മടുത്തു, ലൈഫ് എന്നെ കിട്ടിയാൻ തീരുമാനിക്കുന്നു. അങ്ങനത്തെ പല സിറ്റുവേഷനിൽ പോകുമ്പോഴും എനിക്കുറപ്പുണ്ടേ ഇതിനാരെങ്കിലും അയച്ച് എന്നോട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഒന്നിലത് എനിക്ക് ഏറ്റവും അറിയാവുന്ന ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, എൻ്റെ കസിനായിരിക്കാം. അതല്ലെങ്കിൽ എനിക്ക് ആരെന്ന് പോലും അറിയാത്ത റാൻഡമായിട്ടുള്ള ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അങ്ങനെയൊക്കെ അവൻ എന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ 5 മാസത്തിൽ ഞാൻ ഒത്തിരി പേരുടെ ജീവിതാനുഭവങ്ങൾ കേട്ടു. എന്നെപ്പോലെ സെയിം സിറ്റുവേഷനിലിരിക്കുന്ന ആൾക്കാരുടെ കഥകൾ, അവരെങ്ങനെ ഓവർകം ചെയ്യുന്നത്, അതുപോലെ എങ്ങനെ ഓവർകം ചെയ്യേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മെസ്സേജുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഓക്കെ അല്ലാതിരുന്നിട്ടും പലരെയും ഞാൻ ഓക്കെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പലരുടെയും ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും അവരെക്കാളും എന്തുകൊണ്ടൊക്കെയോ ഞാൻ ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇത്രയും വേഴ്സ്റ്റായിട്ടുള്ള സിറ്റുവേഷനിൽ ഞാൻ ഇരിക്കുമ്പോൾ പല ആൾക്കാരുടെയും മുഖങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞു. ആരൊക്കെയാണ് കൂടെ നിൽക്കുന്നതും ആരൊക്കെയാണ് പോകുന്നതും. പക്ഷേ ഒന്നുണ്ടല്ലോ, നഷ്ടം എന്നും നമുക്ക് തന്നെയാണ്. അതിനെ റീപ്ലേസ് ചെയ്യാൻ ഈ ലോകത്ത് ആരെക്കൊണ്ടും പറ്റും. ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് കണ്ടിട്ട് പലരും പറയാറുണ്ട്, ചേച്ചി പഴയ ഗ്ലോ തിരിച്ചു വരുന്നുണ്ട്, ഹാപ്പി ആവുന്നുണ്ട്, ഇതുപോലെ വീഡിയോസൊക്കെ ഇടണം. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം അത്രയ്ക്കും എഫേർട്ട് ഇട്ട് തന്നെയാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് നിറയെ മെസ്സേജസ് വരാറുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റയിലായാലും മെയിലായാലും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കമ്പാരിറ്റീവ്ലി കൂടുതലാണ് മെയിലിനേക്കാളും. അപ്പോൾ അങ്ങനെ വന്നൊരു മെസ്സേജിൽ കുറേ ദിവസമായിട്ടൊരു കുട്ടി എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ ഞാനതിങ്ങനെ മെനിഞ്ഞാന്നോ 3 ദിവസങ്ങൾക്ക് മുന്നേ ഇൻബോക്സ് ചെക്ക് ചെയ്തപ്പോൾ കണ്ടിന്യൂസ് മെസ്സേജ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ കുട്ടിയോട് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി. ലൈക്ക് എനിക്ക് വയ്യ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മെസ്സേജസ്. അപ്പോൾ ഞാൻ സംസാരിച്ചു. സെയിം എൻ്റെ സിറ്റുവേഷനാണ്. പക്ഷെ മാരേജ് കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 11 months കഴിഞ്ഞപ്പോഴെന്താണ് പുള്ളിക്കാരെ പോയത്. 4ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ്. 4ാം ക്ലാസ് തുടങ്ങുമ്പോഴേ ആയിരുന്നു നമ്മൾ പരിചയപ്പെട്ടത്. എന്നിട്ട് ഇത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് പ്രേമത്തിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ലൈക്ക് ഓക്കെ, കുറേ വർഷങ്ങളായി പ്രേമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് പെയിൻ കണക്ട് ചെയ്യാൻ പറ്റി. എനിക്ക് എന്താ പറയേണ്ടത് എനിക്ക് ആക്ച്വലി അറിയത്തില്ലായിരുന്നു. കാരണം ആ കുട്ടി പറയുക, ചേച്ചി എനിക്ക് പറ്റുന്നില്ല, എനിക്കെന്താ പുള്ളിക്കാരിയുടെ, അതായത് എനിക്ക് ആ മെസ്സേജ് അയച്ച കുട്ടിക്ക് അമ്മയില്ല, അമ്മ മരിച്ചുപോയി. അച്ഛൻ സെക്കൻഡ് മാരേജ് കഴിഞ്ഞു, അച്ഛൻ അങ്ങനെ പോയി. അമ്മയുടെ സഹോദരിയും കൂടെ ആയിരുന്നു, സഹോദരങ്ങളുടെ കൂടെ ആയിരുന്നു. പക്ഷേ
ഈ ചെക്കനും കൂടെ പോയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അവരും എന്തൊക്കെയോ വീടായിട്ടൊക്കെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി എന്നാണ് കുട്ടി പറഞ്ഞത്. എനിക്കറിയില്ല ചേച്ചി എങ്ങനെയാണ് സർവൈവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പറ്റുക. അപ്പോൾ ഞാനിങ്ങനെ കുട്ടീനെ മാക്സിമം അത്രയ്ക്കും മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് കുട്ടി ഇരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക പെയിൻ. സ്റ്റിൽ ഇപ്പോഴും എൻ്റെ വേദന തീർന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വേദന ഇരിക്കുന്നൊരു കുട്ടീനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുവിടാ, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പറ്റുന്നില്ലായിരുന്നു ആക്ച്വലി. ഞാൻ ഇന്നലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എപ്പോഴും ഞാനിങ്ങനെ കരഞ്ഞ് വീഡിയോ ചെയ്യുന്നത് ശരിയാണ്. പക്ഷേ യെസ്, ഞാൻ ട്രൂ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണോ എൻ്റെ ഇമോഷൻസ് അത് ഞാൻ കാണിക്കാറുണ്ട്. പക്ഷെ ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണെങ്കിൽ ഇന്നലെ ചത്താൽ മതി ഉണ്ടായിരുന്നു ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല, ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നിന്നില്ല. ഞാൻ ആ കുട്ടിയുടെ സിറ്റുവേഷൻ ഇവിടെ പറയാൻ കാരണം ഇതുപോലെ ആരും കേട്ടിരിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട്. പുറമേ ചിരിക്കുന്ന പലരും അകത്ത് ഒത്തിരി വിഷമങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ്. അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരെ കേൾക്കാനെങ്കിലും ശ്രമിക്കുക എന്നത് ഈ കാലത്ത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. തുണിയൊക്കെ അലക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ വിനി എത്തിയിട്ടുണ്ട്. അവൾ രാവിലെ തന്നെ എന്നെ കാണാൻ വന്നത്. എനിക്ക് മടുത്തു, മടുത്തു. ഞാൻ തുണി പോലും കഴുകാറില്ല ഗൈസ്, എല്ലാം കഴുകി തരുന്നത് അവനായിരുന്നു. പാട്ട് മാത്രം അറിയത്തില്ല. ബിനിക്കൊരു ഡാൻസ് റീൽസ് എടുക്കണമെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. രാവിലെ ഉറക്കം എണീറ്റ കോലമാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ റീൽസൊക്കെ പ്രാക്ടീസ് കളിക്കാൻ തുടങ്ങി. ഞാൻ കളിക്കാമെന്നാണ് ആക്ച്വലി പറഞ്ഞെങ്കിലും പിന്നെ എനിക്കങ്ങനെ കളിക്കാനൊന്നും തോന്നിയില്ല. അങ്ങനെ ഡാൻസ് റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വിനി വീട്ടിൽ പോയി. ഒടുക്കത്തെ വിശപ്പ് കാരണം ഞാൻ നേരെ ചേച്ചിയുടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വന്നു. ഞാൻ ഈ കഴിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ആക്ച്വലി സമയം 1 മണിയായി. ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡാണ് ഈ കഴിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചു. ഇനി തിരിച്ച് ഞാൻ ഇതിൻ്റെ വീട്ടിലോട്ട് പോകണം. പക്ഷെ ഭയങ്കര വെയിലാണ്. സോഷ്യൽ മീഡിയ ഫുള്ളും എപ്സ്റ്റൈൻ ഫയൽസിനെ കുറിച്ചാണ്. ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ 4:30 ഉറക്കം വരാണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴൊക്കെ ഈ എപ്സ്റ്റൈൻ ഫയൽ എനിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്ന പോലെയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഒരു വട്ടം നമ്മൾ ആ ന്യൂസ് കേട്ടാൽ പിന്നെ ഞാൻ പൊതുവേ ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള പേഴ്സണാണ്. എനിക്കിങ്ങനെ ഒരു വട്ടം എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ചെയ്ത് പുറകെ പോയി എന്താന്നൊക്കെ തിരക്കി കണ്ടുപിടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരത്തില്ല. അപ്പം അങ്ങനെയായിരുന്നു ഞാൻ ശരിക്കും. അങ്ങനെ ഇന്നലെ രാത്രി ഫുള്ള് ഇരുന്ന് എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. അത് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യുന്നത് പോലെ തോന്നി. എനിക്കെന്തോ ഈ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളൊരു ചിന്ത. എൻ്റെ പൊന്നോ, എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് നടക്കുന്നത്. ഇതിൻ്റെ വീട് അങ്ങനെ എത്തിയിട്ടുണ്ട്. എന്ത് വെയില. പെട്ടെന്ന് ആലോചിച്ചൊരു പ്ലാനായിരുന്നു. പ്രകമ്പനം സിനിമ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പോയി കണ്ടിട്ട് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഒരു സിനിമ കാണാം. എന്തായാലും ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കാൻ മീൻസ് എനിക്ക് ചെയ്യാനൊന്നുമില്ല, ഒരു സുഖമില്ലായ്മയാണ് മൊത്തത്തിൽ. പക്ഷെ എന്നാലും ഞാൻ കരുതി ഒരു ഫിലിമിനൊക്കെ പോയി ഒന്ന് മൈൻഡൊന്ന് റിഫ്രഷ് ചെയ്യാമെന്ന്. അപ്പോൾ 2 മണിക്കാണ് ഷോ. സമയം ഇപ്പോൾ 1:30 ഇതിൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ടാണ്, തിയേറ്റർ അടുത്തായതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. ജസ്റ്റ് ഒരു ടീഷർട്ടും പാൻറ് ഇട്ടിട്ട് പോയാലും ഇനഫ്, അത് മതി. അപ്പോൾ നമുക്കൊന്ന് റെഡിയാവും. റെഡിയായിട്ട് ഫിലിമിന് പോവാം. പ്രകമ്പന സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു കുറേ നല്ല റിവ്യൂസ് വന്നിട്ടുണ്ട്. കുറേ ചിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ സിനിമയ്ക്ക് പോകുന്നത്. കുറച്ച് മനസ്സ് തുറന്ന് ചിരിച്ചിട്ടൊക്കെ കാലങ്ങളായി. അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് ഒന്ന് പോയി സിനിമ കണ്ടിട്ട് വരാം, ജസ്റ്റ് ഒന്ന് മൈൻഡൊന്ന് റിഫ്രഷ് ആവുമല്ലോ. ഇപ്പോൾ വിനീത വരും. വിനി ഇപ്പോൾ അവൾ റെഡിയായിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ എമ്മാനുവലും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാവാം ഗൈസ്. അങ്ങനെ റെഡിയായിരിക്കുകയാണ്. ആക്ച്വലി സമയം 2 മണിക്കാണ് ഷോ. ഇപ്പോൾ 1:50 ആയിട്ടുണ്ട്. ഇനി 10 മിനിറ്റും കൂടെ ഉള്ളൂ. പക്ഷെ അവർ വരാമെന്ന് പറഞ്ഞിട്ട് ആരെയും കണ്ടില്ല. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരുക്കം. ജസ്റ്റ് ഇന്നലെ ഒരു ചേച്ചി എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ട് മുഖത്ത് ഒരുങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഇത് തോന്നും, ഒരു കോൺഫിഡൻസ് തോന്നും, കുറച്ചൊന്ന് റിലാക്സ് ആകാൻ പറ്റുന്നൊക്കെ. ശരിയാണ്. ഞാൻ കുറച്ചൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് കുറച്ചൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാൽ ഐ ഫീൽ ലൈക്ക് ഐ ആം ഓക്കെ. സിനിമയ്ക്ക് പോകുമ്പോൾ പൊതുവേ എനിക്കിങ്ങനെ ഭയങ്കര കംഫർട്ടബിളായിട്ട് പോകാനാണ് ഇഷ്ടം. ഇങ്ങനെ തണുപ്പൊക്കെ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ഫുൾ സ്ലീവ് ഇട്ടിരിക്കുന്നത്. പക്ഷെ പുറത്ത് നല്ല ചൂടുണ്ട്. എങ്ങനെയെങ്കിലും പോയി സിനിമ കണ്ടിട്ട് സിനിമയുടെ അഭിപ്രായം ഞാൻ പറയാം. ഓക്കെ.
ഞങ്ങൾ കയറി ചെന്നതും സിനിമ തുടങ്ങുന്നതും ഒരുമിച്ചായിരുന്നു കേട്ടോ. കറക്റ്റ് ഷാർപ്പ് ടൈമിലായിരുന്നു നമ്മൾ തിയേറ്ററിൽ എത്തിയത്. അങ്ങനെ ഇൻ്റർവെല്ലായപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ വെറുതെ പുറത്തിറങ്ങി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളിങ്ങനെ സിനിമയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇൻ്റർവെൽ ഒരു നൈസായിരുന്നു കേട്ടോ, നല്ല സിനിമയായിരുന്നു. നമുക്ക് ചിരിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് സിനിമയ്ക്കകത്ത്. അപ്പോൾ ഞാനൊരു ബ്ലൂ കളർ ഡ്രസ്സ് തെപ്പിച്ചതുപോലെ വിനിയും ഒരു ഡ്രസ്സ് തെപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ ഇതാണല്ലോ ട്രെൻഡ്, ഷോർട്ട് കുർത്തീസൊക്കെയാണല്ലോ ഇപ്പോൾ ട്രെൻഡായിട്ട് നടക്കുന്നത്. നൈസ് നൈസ്. സിനിമ എങ്ങനെയുണ്ട് ഇനിയിതോ? ചിരിക്കാൻ പറ്റുമല്ലേ? കുറേ ചിരിച്ചു. നിങ്ങൾ ഇതുവരെ പ്രകമ്പനം സിനിമ കാണാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണുക. ക്ലൈമാക്സ് ഒക്കെ അന്യായമായിരുന്നു കേട്ടോ. നല്ലവണ്ണം ചിരിക്കാനുണ്ട്. മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് കുറേ നാളായവരാണെങ്കിൽ ഡിപ്രഷനിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പോയി കണ്ടു കേട്ടോ. നല്ല സിനിമയാണ്. അപ്പോൾ സിനിമ കണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും പെറിക്കാനായിട്ട് ഞാൻ കരുതി വെച്ചിരുന്ന മുന്തിരിങ്ങയും പേരക്കയും 2 തത്ത രണ്ടൊരു കപ്പിൾസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അവരൊന്നും ഇങ്ങനെ കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ പിന്നെ ഓട്ടിക്കാനും തോന്നിയില്ല കേട്ടോ. അവരും കഴിക്കട്ടെ, അങ്ങനെ ഞാൻ അവർ കഴിക്കുന്ന ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.